ചേട്ടത്തി പറഞ്ഞ പോലെ പിണറായി വിജയന്റെ പാർട്ടി തോറ്റു. മിക്കവാറും ഇന്നും നായി നക്കും. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു. ഹാപ്പി ആയിരിക്കുമല്ലോ അല്ലേ? എല്ലാവരും ജയിച്ചു. എല്ലാവരും ജയിച്ചു. ഇനി എനിക്കൊരാഗ്രഹം കൂടെ ഉള്ളൂ. നമ്മളെന്തിനാ അതൊക്കെ നോക്കുന്നല്ലേ? എനിക്കൊരാഗ്രഹം കൂടെ ഉള്ളൂ. പിണറായിന്റെ കാലിന് അക്കരെ നീന്തിക്കണമെന്ന്. വട്ടം നീന്തിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. നീന്തി കാണണം. പിണറായി SFI നട്ടു വളർത്തിയതാണ് പിണറായിക്ക് കുഴപ്പം മുഴുവൻ വന്നത്. അല്ല, അവര് നന്നാവാന്നാണല്ലോ പറയുന്നത്. അവര് നന്നാവണമെങ്കിൽ പശുക്കൾ കുറെ വേണം നെയ്യെടുക്കാൻ. എല്ലാവരും നന്നാവില്ല. അവർ കട്ട് നിന്ന് പഠിച്ചു പോയിട്ട് നന്നാകണേ. പിള്ളേര് വരളുന്ന വരൾച്ചേ ജീവിതത്തിൽ അവർ നന്നാവോ? അവര് നന്നാവും. ജനം ഇല്ലാതെയാവും. അവര് തോപ്പിച്ച് ചേട്ടത്തിയും കൂടിയാണല്ലോ പറയുന്നത്. ചേട്ടത്തി എനിക്ക് നല്ല പങ്കണ്ടെന്നേ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. ഇവന് ഇതൊക്കെ പറയുവാ. നല്ല പിള്ളേരല്ലേ എത്ര പിള്ളേരെ കൊന്നു. എത്ര സ്കൂളിൽ വിട്ടാ പിള്ളേരെ തിരിച്ചു കിട്ടണില്ല. ഇതാ എല്ലാരോടായിട്ട് പറയാന്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛന് പുത്തരിയല്ല. 1.5 മാസം പീഡിപ്പിച്ചു. അതിന് കൊണ്ടാണ് വസ്ത്രം വരെ കാരണന്മാർ കൊടുക്കുന്ന ഉടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇവരെ ഇല്ലായ്മയാക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സ് മൊത്തം. ഇപ്പോഴും അപ്പോഴും ആരാധകരെ കണ്ട ഇനി ഈ കേരളത്തിൽ അവർക്ക് ഒട്ടും പാടില്ല. ഇപ്പൊ പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ 6 മാസം ഉണ്ട്. ഇനി ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. അപ്പൊ 6 മാസം ഉള്ളപ്പോ 1 മാസം തന്ന, അപ്പൊ 3-ാമത് ഈ മാസം തരുമ്പോഴും 6 മാസമല്ലേ? കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. സാബിന് എന്ത് മതിപ്പ് തോന്നുന്നു അതിലുറപ്പിക്കാം. പക്ഷെ ഇവർക്കൊരു അവസരോടെ നന്നാവുള്ള ഒരു അവസരം കൊടുക്കാൻ അവരവസരം നന്നാണ്. അവരൊരു കാര്യം പറഞ്ഞ എല്ലാ മേഖലയിലും കേരളം തകർന്നു കിടക്കുകയും ഏതെങ്കിലും ഒരു മേഖല മെച്ചപ്പെട്ടു എന്ന് പറയാനില്ല. അപ്പൊ ഈ ഗുണ്ടകളല്ലേ? പിണറായി അല്ല ഗുണ്ട. എല്ലാവരിലും നിരാശ. അവൻ ഇന്നിടം തുടങ്ങിയ ഗുണ്ടയല്ല. പണ്ട് മന്ത്രിയല്ല ഞാൻ കരുമാരിക്കടോ ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ ഒന്നും ചെയ്തില്ല. ഈ 2 കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടിയാ. അപ്പൊ എന്തായാലും ഒരു വിട്ടുവീഴ്ചക്കല്ല. ഇനി വിട്ടുവീഴ്ച വേണ്ടാവും. ഒഴിവായി തന്നാൽ എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ഒഴിവായി തന്നാൽ ഭരണത്തിൽ നിന്ന് ഒഴിവാവണം. ഭരണത്തിൽ നിന്ന് ഒഴിവാണ്. എനിക്ക് ഈ കേരളം വിട്ടാവും പോണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം പറഞ്ഞു. കിണക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണ